നല്ല ടേസ്റ്റോട് കൂടിയ ഒരു പൊട്ടാറ്റോ ഫ്രൈ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. കുറച്ച് എണ്ണയുള്ളൂ ആവശ്യം. ഇതിന് നമുക്ക് കുറേ മസാലൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് ചൂട് ചോറിൻ്റെ മേലെ ഇതിട്ടിട്ട് ഒരു ഉച്ചക്കൊക്കെ കഴിക്കുകയാണെങ്കിലുണ്ടോ എന്താ ഒരു മണം. ആ ചോറിൻ്റെ രുചിനെ വേറൊരു തരത്തിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെറുതാക്കി സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിലും കട്ട് ചെയ്യലുണ്ട്, പിന്നെ റൗണ്ടിലും കട്ട് ചെയ്യലുണ്ട്. പക്ഷേ അതിലേറെ ടേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ നമ്മളെ മക്കളടുത്തൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ എന്താണ് കൂട്ടാൻ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ചോയ്സ് വരുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ. അധികം ആൾക്കാർക്കും അതന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ. നമ്മൾ ഉച്ചക്ക് സ്കൂളിൽ നിന്നൊക്കെ ചോറുണ്ണ സമയത്ത് കുട്ടികളുടെ അടുത്ത് കൂടെ പോയാൽ കാണാൻ കഴിയും വ്യത്യസ്ത രുചിയുള്ള പൊട്ടാറ്റോ ഫ്രൈ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിതിൽ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേർത്ത് കഴിയുമ്പോൾ നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് തിന്നാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പൊട്ടാറ്റോ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനൊരു നോൺ സ്റ്റിക്ക് ചട്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. മറ്റേ സ്റ്റീലിൻ്റെ ചട്ടി അലുമിനിയത്തിലൊക്കെ ആകുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും എണ്ണ ഒഴിച്ചാൽ മതിയാവില്ല. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ടേ. ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ആ ജീരകം ഇങ്ങനെ ഇടക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് അതിൽ ചേർത്തു. അതിന് ശേഷം ഒരു 4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. ഒരു 2 കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോഴേ നല്ല മണമാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്തി കൊടുക്കാം. ഞാൻ അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ എണ്ണയിൽ തന്നെ കടന്ന് വേവട്ടെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ മസാലയൊന്നും ചേർത്തണില്ല. ഒന്ന് വെന്ത് വരട്ടെ. നല്ല ഉടഞ്ഞ് വേവും വേണ്ട, ഏകദേശം ഒരു വേവാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ ഫ്രൈ എന്തായി നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞ് പോയിട്ടുമില്ല. അതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുളക് പൊടി നല്ല എരിവുണ്ട് കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. ആ മസാല ഒന്ന് അതിൽ പിടിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.